KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. മണ്ണന്തല മരുതൂറിന് സമീപമാണ് അപകടമുണ്ടായത്. 16 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവർമാരെ വണ്ടി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അപകടത്തിന്റെ വ്യാപ്തിയും അത് എത്ര വലിയൊരു അപകടമാണെന്ന് മനസ്സിലാകും. വാഹനം വെട്ടിപ്പൊളിച്ചാണ് അതിനകത്ത് നിന്ന് ആളുകളെ പുറത്തെടുത്തെന്ന് മനസ്സിലാക്കുന്നു. 16 പേർക്ക് പരിക്കുണ്ട്. അവരുടെ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, ഷിജോ? സൈഫു, ജിൽസി, ഇപ്പോൾ ന്യൂസ് മോർണിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു അപകട വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് വലിയൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടിയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങണം എന്ന് തന്നെയാണ് ഓരോ ദിവസം രാവിലെ വരുമ്പോഴും ഒക്കെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂസ് മോർണിംഗിന്റെയൊക്കെ ലൈവിന്റെ സമയത്ത് ആദ്യം തന്നെ വരുമ്പോഴൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ട് തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ വളരെ ദൗർഭാഗ്യവശാൽ ഒരു അപകട വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. രാവിലെ 6:15 കൂടിയാണ് തിരുവനന്തപുരം മരുതൂർ പാലത്തിന് സമീപം, മണ്ണന്തല മരുതൂർ പാലത്തിന് സമീപം KSRTC ബസ്സും കർണാടക രജിസ്ട്രേഷനുള്ള ഒരു നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ഏതാണ്ട് 20ഓളം പേർക്ക് പരിക്കുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. 16 പേരെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ആരുടെയും നില അതീവ ഗുരുതരമല്ല, ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. രാവിലെ 6:15 കൂടിയാണ് ഈ അപകടം. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ഈ പാലത്തിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. മരുതൂർ പാലത്തിന് സമീപം തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് ചരക്കുമായിട്ട് വന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറി എതിർദിശയിൽ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലേക്കാണ് ഇടിച്ചത്. ഇപ്പോൾ ഇത് എതിർദിശയിൽ നിന്ന് വന്ന 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇതിനകത്ത് ഏതാണ്ട് 40 മിനിറ്റോളം പണിപ്പെട്ടാണ് വാഹനത്തിന്റെ ഡ്രൈവർമാരെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് പുറത്തെത്തിച്ചത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് എല്ലാ സ്ഥലത്തെയും പോലീസ് ഉദ്യോഗസ്ഥർ, മണ്ണന്തലയിലെയും മ്യൂസിയത്തെയും മറ്റ് ശംഖുമുഖം ACM അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ ഇവിടേക്ക് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. വാഹനത്തിന്റെ ഉള്ളിലായിട്ട് രക്തം കൂടി കിടപ്പുണ്ട്. അങ്ങനെ വാഹനത്തിലെ യാത്രക്കാർക്ക് നേരിയ തരത്തിൽ പരിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ചില ആളുകൾക്ക് തലപൊട്ടിയും ഒക്കെ പരിക്കേറുണ്ട്. ഡ്രൈവർമാരുടെ ആരോഗ്യനിലയിലാണ് അല്പം നമുക്ക് ആശങ്കയുള്ളത്. കാരണം ഡ്രൈവർമാരുടെ ആരോഗ്യനില എന്ന് പറയുന്നത് അല്പം ഗുരുതരമാണ്. കാരണം ലോറിയുടെ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെത്തിച്ചത്. ഇപ്പോൾ വാഹനം ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. KSRTC ബസ് വടം ഉപയോഗിച്ച് കെട്ടിവലിച്ച് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും